ഹലോ. സാധാരണ പറയേണ്ടത് സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ എന്നാണ്. പക്ഷേ സ്റ്റേജൊക്കെ ഒഴിഞ്ഞു പോയതുകൊണ്ട് നമ്മുടെ സ്റ്റേജിലിരുന്ന അല്ലെങ്കിൽ നമ്മുടെ യോഗത്തിലേക്ക് വന്ന, നമ്മുടെ യോഗം ധന്യമാക്കിയ വിശിഷ്ടാതിഥികളെ, ലാനയുടെ അംഗങ്ങളെ, ഭാരവാഹികളെ, നമ്മൾ ഇങ്ങനെ 3 ദിവസത്തെ ഒരു സാഹിത്യ ചർച്ച, പെട്ടെന്ന് നിർത്തിയേക്കോട്ടോ, 3 ദിവസത്തെ ഒരു സാഹിത്യ ചർച്ച, കവിത ആസ്വാദനം, കഥാസ്വാദനം, നോവൽ ചർച്ച, പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ, പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡുള്ള പാട്ടുകളും അങ്ങനെയുള്ള, അതൊരു വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു സദ്യയാണത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഇതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ നമ്മൾ എന്നും കഞ്ഞി കുടിച്ചിരിക്കുന്ന ആൾക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന പോലെയാണ്. അത് വെറും ചിക്കൻ ബിരിയാണിയില്ല, വയറ് നിറയെ ചിക്കൻ ബിരിയാണി മാത്രമല്ല, ഇപ്പൊ സുനിൽ വരികയും ചെയ്തു. പക്ഷെ ഇവിടെ പ്രഭാഷണത്തിൽ നമ്മുടെ മുഖ്യ പ്രഭാഷകർ നമ്മളെ ബോധിപ്പിച്ച ഒരു പ്രത്യേക അവസരം, അതായത് ജ്ഞാനത്തിനായി കൈക്കുമ്പിൾ നീട്ടുന്ന, പൂവിന്റെ ജാതി ചോദിക്കുന്ന, വ്യോമസിംഹാസനങ്ങളൊക്കെ ഉയർന്നു വരുന്ന രാഷ്ട്രങ്ങളുള്ള സമയത്ത്, അല്ലെങ്കിൽ ശാസ്ത്ര പുരോഗതിക്കെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭരണകൂടങ്ങളുള്ള സമയത്ത്, ജാതിയുടെയും അല്ലെങ്കിൽ തൊലിയുടെ നിറത്തിൻ്റെയും പേരിൽ നമ്മളേക്ക് വേർതിരിക്കുന്ന, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു സമയത്ത്, നമുക്ക് സുനിൽ പറഞ്ഞ പോലെ അതിനൊക്കെ ഇരയാകുന്നവരുടെ അനുഭവങ്ങളിലേക്ക് കടന്നു ചെന്ന് കൂടുതൽ എഴുതാനും അവരുടെ അനുഭവങ്ങൾ സാഹിത്യമാക്കി മാറ്റി മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരാനൊക്കെ ഒരു കടമയുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇതെല്ലാം മാറുമെന്ന് ഞാൻ പറയുന്നില്ല, നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷെ നേരത്തെ നമ്മുടെ എം.ഇ. പിള്ള സാറ് പറഞ്ഞ പോലെ സമയം പുറകോട്ട് തിരിച്ചു വെക്കുകയാണ്. പക്ഷെ നമുക്ക് അത് സമയം കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മുന്നോട്ട് തിരിച്ചു വെക്കണം. മാത്രമല്ല, മലയാളി പറയുന്ന പോലെ ഈ കാലവും കടന്നു പോകും. അങ്ങനെ വിശ്വസിച്ച് ലാനാംഗങ്ങൾക്ക് കൂടുതൽ എഴുതാനും, ഇത് ഡാലസ്, ചിക്കാഗോ അല്ലെങ്കിൽ ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ അത്രയിൽ ഒതുക്കി നിർത്താതെ മറ്റ് സിറ്റികളിലേക്ക് പടർത്തി അതിനെ വലുതാക്കാനും, അതുപോലെ കാനഡയുണ്ട്, ആൻഡ് ഹു നോസ് സൗത്ത് അമേരിക്കയിൽ വളരെയധികം മലയാളി എഴുത്തുകാരും മലയാളി സാഹിത്യ ആസ്വാദകരൊക്കെ കാണും. നമുക്ക് അങ്ങോട്ടൊക്കെ മൊത്തം ഒരു നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു സാഹിത്യം മുന്നോട്ട് നയിക്കുന്ന ഒരു ഇതായിട്ട് ലാനയ്ക്ക് മാറാനൊക്കെ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും വീണ്ടും എഴുതാനും ഇത് ചെയ്യാനൊക്കെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത നാളെ വരുന്ന പുതിയ ബോർഡിന് എല്ലാവിധ ആശംസകളും കൂടി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഗീത ചേച്ചി. അടുത്തത് നന്ദി പ്രകടനത്തിനായി ഞാൻ സമൻസ് പറയാൻ. അങ്ങനെ ഒരു ഉത്സവത്തിന്, ഒരു കലാശക്കൂട്ടിന് ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് ശേഷം നമുക്ക് ഡിന്നർ കരുതിയിട്ടുണ്ട്. അതിനുശേഷം ഡാളസ് ഭരതകല ഒരുക്കുന്ന നാടകം നമുക്ക് വേണ്ടി ഹരിദാസ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഭരതകല ഒരുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നാൽ നന്ദി പറയുക എന്നുള്ളത് എൻ്റെ കർത്തവ്യമാണ്. ലാന സെക്രട്ടറി എന്ന നിലയിൽ ഇങ്ങനെ ഒരു പരിപാടി ക്രമീകരിക്കാനായിട്ട് സാധിച്ചു എന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞാൻ അല്പം സമയം എടുത്താലും ദയവായി ക്ഷമിക്കണം, കാരണം എല്ലാവർക്കും എനിക്ക് നന്ദി പറഞ്ഞേ പറ്റൂ. ഈ ലാന സമ്മേളനം ഇവിടെ നടത്തണമെന്ന് തീരുമാനിച്ച അന്ന് മുതൽ തന്നെ ഇതിൻ്റെ ആലോചനകൾ നടക്കുകയും മീറ്റിങ്ങുകൾ വിളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ പരിപാടി ഇന്ന് ഇവിടെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾ അരങ്ങേറി. ഇതിന് നേതൃത്വം നൽകിയത് തീർച്ചയായിട്ടും ലാന പ്രസിഡന്റ് ശ്രീ ശങ്കർ മനൻ. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് നമുക്ക് അങ്ങനെ ചെയ്താൽ, നമുക്ക് ഇങ്ങനെ ചെയ്താൽ എന്നുള്ളത് ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ആജ്ഞാപിക്കുകയല്ലായിരുന്നു, ഒരു ടീം എന്ന നിലയിൽ ഞങ്ങളെ കൂട്ടി നിർത്തുകയായിരുന്നു. ആ ടീമിന് നേതൃത്വം നൽകി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ കടപ്പാട്, നന്ദിയും പറയാനുള്ളത് ലാനയുടെ പ്രസിഡന്റായി കഴിഞ്ഞ 2 വർഷമായി സേവനമനുഷ്ഠിച്ചു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശങ്കർജി അഥവാ ശങ്കർ മനയ്ക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നായിരുന്നു സുനിൽ പി. ഇളയത്തിൻ്റെ പ്രയാസങ്ങൾ, വരാൻ പറ്റാതെ പോയിട്ടുള്ള
ഖേദം അദ്ദേഹം ഇന്ന് ഇവിടെ കഴിഞ്ഞ 15-20 മിനിറ്റായിട്ട് പ്രഭാഷണത്തിലൂടെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും എന്നാൽ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെയും നമ്മൾ ചീഫ് ഗസ്റ്റുകളായിട്ട് 2 പേരെ നമ്മൾ ക്ഷണിച്ചിരുന്നു. അവർ ആ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ വരികയും ചെയ്തു. എന്നാൽ സുനിലിൻ്റെ അഭാവത്തിൽ ആ 2 പേരും അത് നികത്തുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഡോക്ടർ എം വി പിള്ള സാറ്, അനുഭവ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വകാര്യ ആൾക്കാർ എം വി പിള്ള സാറ് ഞങ്ങളോടൊപ്പം ഈ കഴിഞ്ഞ 2 ദിവസം ഉണ്ടായിരുന്നു. സാറിൻ്റെ സാന്നിധ്യം അത് തന്നെ ഞങ്ങൾ വളരെ വിലയേറിയതായിരുന്നു. സാറിൻ്റെ ഓരോ പ്രഭാഷണവും ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സാറിൻ്റെ വീക്ഷണം, ഭാവിയെക്കുറിച്ച്, ലാനയുടെ ഭാവിയെക്കുറിച്ചുള്ള സാറിൻ്റെ കരുതൽ, അതിനുള്ള ഉപദേശങ്ങൾ ഒക്കെ സാറേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ലാനയുടെ നന്ദി. സജി എബ്രഹാം തൻ്റെ ഇവിടെ വരികയും സുനിലിൻ്റെ അഭാവത്തിൽ പ്രഭാഷണങ്ങൾ ചെയ്യാം എന്ന് നമ്മൾ സുനിലും സജി പറഞ്ഞതുപോലെ തന്നെ സജിയും സുനിലിനെ ശ്രമിക്കാനും നമ്മുടെ പ്ലാനിൽ പങ്കെടുക്കാനായിട്ടാണ് എത്തിയത്. എന്നാൽ സജി സുനിലിൻ്റെ അഭാവത്തിൽ ആ ദൗത്യം ഏറ്റെടുക്കുകയും 3-4 പ്രഭാഷണങ്ങൾ വളരെ ശക്തമായ രീതിയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന, ശക്തമായ രീതിയിൽ നമ്മോട് സംസാരിക്കുകയും അതിൻ്റെ പ്രഭാഷണത്തിലൂടെ പ്രഭാഷണ കലയുടെ ചാതുര്യത്തോടു കൂടി നമ്മോട് സംവേദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും പുരയിൽ നിന്നെത്തിയ സജി എബ്രഹാമിനോട് റാനിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഈ സമ്മേളനം ഇവിടെ ഹോസ്റ്റ് ചെയ്തത് കേരള ലിറ്റററി സൊസൈറ്റിയാണ്. കേരള ലിറ്റററി സൊസൈറ്റിയുടെ എല്ലാ അംഗങ്ങൾക്കും നന്ദി. തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകിയ കൺവെൻഷൻ കമ്മിറ്റിയുടെ ചെയറും ആയിരുന്ന ശ്രീ ഷാജി ജോണിനോട് കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഈ രാത്രികളൊക്കെ ഇങ്ങനെ സംസാരിക്കും. ഷാജി അങ്ങനെ ചെയ്യണ്ടേ, ഇങ്ങനെ ചെയ്യണ്ടേ എന്നൊക്കെ സംസാരിക്കുമ്പോഴും ഷാജു ഏത് നിമിഷവും ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ഇതെല്ലാം പ്ലാൻ ചെയ്യുകയും ഇങ്ങനെ ക്രമീകരിക്കുകയൊക്കെ ചെയ്തു. ശ്രീ ഷാജു ജോണിനോടും ഈ KLSനോടും ലാനയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. ഷാജി ജോണിനോട് നന്ദി പറയുമ്പോൾ തീർച്ചയായിട്ടും അൽഫോൺസ ഷാജിനോട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സഹിച്ചതിന് നന്ദി. രാത്രികളിലൊക്കെ വിളിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും പരാതിയൊന്നും പറയാതെ ഷാജുവിനെ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിട്ടു തന്നതിന് ഷാജുവിൻ്റെ കുടുംബത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. CV സാർ ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ ട്രഷറായിട്ടും KLSൻ്റെ ട്രഷറായിട്ടും സേവനം അനുഷ്ഠിക്കുകയാണ്. സാറിൻ്റെ ആ വൈഭവം അത് എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓരോ കാര്യത്തിനും വളരെ ശ്രദ്ധയോടെ, സാറേ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, അത് എങ്ങനെയാണ് അടുത്ത സെക്കൻഡിൽ സാറ് സെല്ല് ചെയ്ത് തരും. നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടെന്നാണ് വന്നിരിക്കും. അടുത്ത നിമിഷത്തിൽ പൈസ എത്തിച്ചു തരും. വളരെ സൂക്ഷ്മതയോടെ കണക്കുകൾ സ്വീകരിക്കുകയും നമ്മുടെ സുവനീറിന് വേണ്ടി ഓണം എത്തിക്കുകയും ചെയ്തു. CV സാറിനോടും റോസമ്മ ജോർജിനോടുള്ള പ്രത്യേക നന്ദി ലാനയ്ക്കുള്ളത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഹരിദാസ് തങ്കപ്പൻ എല്ലാ കാര്യത്തിലും ഓടി നടക്കുകയാണ്. ഇവിടെ നാടകം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഏത് നിമിഷം എപ്പോൾ വിളിച്ചാലും ഹരിദാസ് റെഡിയായിരുന്നു. ഹരിദാസ് തങ്കപ്പൻ ഈ കൺവെൻഷൻ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഓടി നടന്ന എല്ലാ കാര്യങ്ങളിലും നേതൃത്വം നൽകുകയും ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി സഹായിക്കുകയും ചെയ്തു. ശ്രീ ഹരിദാസ് തങ്കപ്പനോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രധാനമായിട്ടും ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ വിജയം അതിൻ്റെ സാമ്പത്തികമാണ്. അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുന്നതിന് സ്പോൺസേഴ്സായിട്ട് നമ്മളെ സഹായിച്ചവരുണ്ട്. അവരെ തീർച്ചയായിട്ടും അവിടെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. അവർ പ്രധാന സ്പോൺസറായിട്ട് ശ്രീ രാജൻ തോമസ് നമ്മൾ സമീപിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ മെയിൻ സ്പോൺസർഷിപ്പ് എടുക്കുകയും സുവനീറിന് വേണ്ടുന്ന ആർട്ടിക്കിൾ അയച്ചു തരികയും സഹായിക്കുകയും ചെയ്തു. ശ്രീ രാജൻ തോമസിനോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മനു മാത്യു ടോപ്മാൻ റൂഫിംഗ് കമ്പനി, അതുപോലെ തന്നെ ജനനി മാഗസിൻ്റെ സമീപിച്ചപ്പോൾ ജയമാതി സാർ ഒരു കുടുംബത്തിലെ അംഗം പോലെ എത്രയാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, എപ്പോഴും ജയമാതി സാർ അത് സഹകരിച്ചു. സാറിനുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ലോയൽ ട്രാവൽസിൻ്റെ ജോജി ജോർജ് ഇവിടെ ഉണ്ടായിരുന്നു. ജോജി ജോർജിനോടും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ലാനയുടെ ഈ പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിച്ചപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി വിളിച്ചാണ് പ്രോഗ്രാം എല്ലാം ക്രമീകരിച്ചത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയറായിട്ട് ഈ കഴിഞ്ഞ 2 വർഷമായ ലാനയിൽ സേവനമനുഷ്ഠിച്ച ശ്രീ ജേക്കബ് ജോണിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ലാന എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രസിഡന്റുമാർ, മുതിർന്ന മെമ്പേഴ്സ്
എല്ലാവരും ഇവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജയമാത്യു സാറ് എപ്പോഴും അവൈലബിൾ ആയിരുന്നു. ജയമാത്യു സാറിനോട് അതുപോലെ തന്നെ ലാനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള എല്ലാവർക്കും, മുൻ പ്രസിഡന്റുമാർ, മുൻ നേതാക്കൾ, മുതിർന്നവർ എല്ലാവർക്കും ലാനയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളറിയാം, ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് കമ്മിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡിന് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു പോയാൽ നമ്മൾ എല്ലാ മീറ്റിങ്ങുകളുടെ എല്ലാ സന്തോഷവും നമുക്ക് നഷ്ടമാവും. എന്നാൽ അതൊരു വീഴ്ചയും വരാതെ തന്നെ വളരെ കൃത്യതയോടുകൂടി തന്നെ അത് വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഓരോ സമയത്തും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത ഫുഡ് കമ്മിറ്റിക്ക് 2 കൺവീനേഴ്സ് ഉണ്ടായിരുന്നു. രാജേന്ദ്രനും ഉഷ നായർ. ഈ രാജേന്ദ്രനും ഉഷ നായരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ എന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ട് എല്ലാം ക്രമീകരിച്ചു. നമുക്ക് വിഭവസമൃദ്ധമായ ഫുഡ് ഒരുക്കുന്നതിൽ അത് റെസ്റ്റോറൻറ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരേറെ സമയം ചെലവഴിച്ചു. അവരോട് തീർച്ചയായിട്ടും ലാനയ്ക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സൗണ്ട് ആൻഡ് ഡിസ്പ്ലേ ജിമ്മി കുളങ്ങര നമ്മളോടൊപ്പം ആയിരുന്നു. നമ്മളോടൊപ്പം നമ്മുടെ ഒരു മെമ്പറെ പോലെ തന്നെ, നമ്മുടെ ഒരു മെമ്പറാണെന്ന് തന്നെ പറയാം. എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഓടി വന്ന് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. നമുക്ക് LED വോൾ ചെയ്തു തന്നു, ക്യാമറ ചെയ്തു തന്നു, സൗണ്ട് ചെയ്തു തന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന ലാനയ്ക്ക് ജിമ്മി ജോർജിനുള്ള ജിമ്മി കുളങ്ങരയോടുള്ള പ്രത്യേക നന്ദി ലാനയുടെ സഹായിക്കാനായിട്ട് ബിജോയ് ബാബു ഉണ്ടായിരുന്നു, അനശ്വർ മാമ്പള്ളി, അങ്ങനെ സൗണ്ട് സിസ്റ്റത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ക്രമീകരിച്ച ബിജോയ് ബാബുവിനോടും അനശ്വർ മാമ്പള്ളിയോടും മറ്റ് സുഹൃത്തുക്കളോടുമുള്ള നന്ദി ലാനയുടെ നാമത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ പബ്ലിസിറ്റി ആൻഡ് മീഡിയ. ഈ പബ്ലിസിറ്റി ആൻഡ് മീഡിയ അതാത് സമയങ്ങളിൽ ന്യൂസ് കൊടുക്കുന്നതിനും TV മറ്റു കാര്യങ്ങളിലൊക്കെ വാർത്ത കൊടുക്കുന്നതിനുമൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായി ഇവിടെ ധാരാളം പേരുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടും PP ചെറിയാൻ, അനശ്വർ മാപ്പിള്ളി, അതുപോലെ കൈരളി TVയുടെ റെപ്രസെൻറ്റേറ്റീവ് എല്ലാവരോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഷെല്ലി തോമസിനോട് പറഞ്ഞപ്പോൾ ഷെല്ലി വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുക്കുകയും അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തു. ഷെല്ലി തോമസിനോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു മീറ്റിങ്ങിൻ്റെ പ്രധാന ഭാഗങ്ങളായിരുന്നു ഓരോരോ സെഷൻ, നോവൽ ചർച്ച, കവിതാ ചർച്ച, മറ്റു പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക. അതിലൊക്കെ ആളുകൾ നേരിട്ട് വരികയും അതിന് മോഡറേറ്ററായിട്ട്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത്, അവരെല്ലാവരും ലാന കുടുംബത്തിലെ അംഗങ്ങളാണ്. ലാന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും ഈ സമയത്തുള്ള മോഡറേറ്ററായി ഈ ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് സഹായിച്ച എല്ലാ ലാന അംഗങ്ങളോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഇവിടെ ഒരാൾ ഓടി നടക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും. തീർച്ചയായിട്ടും ബാജി ഓടമ്പേലേക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. എന്ത് കാര്യം ചോദിച്ചാലും ബാജി റെഡിയാണ്. ബാജിയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഓൾ സ്റ്റാർ 2 പ്രാവശ്യവും നമ്മുടെ ഉദ്ഘാടന മീറ്റിങ്ങിനും സമാപന സമ്മേളനത്തിനും ഓൾ സ്റ്റാർ ഇവിടെ വരികയും ഓൾ സ്റ്റാറിൽ നിന്ന് അവസാന സമയത്ത് ഓൾ സ്റ്റാറിൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയാണ് ഓൾ സ്റ്റാർ വന്നത്. അവർ രണ്ടുപേരുള്ള കുഞ്ഞുങ്ങളുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ 2 മീറ്റിങ്ങുകൾക്കും MC ആയിട്ട് പ്രവർത്തിച്ച ഡോക്ടർ ഹിമ രവീന്ദ്രനാഥ്, അതുപോലെ അനുപ കോശി ഇവരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എന്നുള്ളവരോട് അറിയിക്കുന്നു. അതുപോലെ തന്നെ അറിയാമല്ലോ, നമ്മളൊരു പുസ്തകങ്ങളുടെ നിര തന്നെ അവിടെ നിരത്തിയിട്ടുണ്ടായിരുന്നു. ലാന അംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പുസ്തകങ്ങളാണ് അവിടെ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. കുറച്ച് പുസ്തകങ്ങൾ അവിടെ വിൽപ്പനയ്ക്കുമുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ നോക്കണം. അതിനായിട്ട് ക്രമീകരണം ചെയ്ത ശ്രീ അബ്ദുൾ പുന്നേക്കുളത്തിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ലാനയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ടീഷർട്ട് തന്ന് സഹായിച്ചിരുന്നല്ലോ. ടീഷർട്ട് തന്ന് ഷിനോ കുര്യനായിരുന്നു. ഷിനോ കുര്യനുള്ള ലാനയുടെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കേരളീയം എന്ന ഒരു ചെറിയ പരിപാടി ഇവിടെ അനശ്വര വളരെ പ്രയാസപ്പെട്ട് ചെയ്യുകൊണ്ട് അനശ്വരനുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും എന്താ പറയുന്നത്, ഈ സമ്മേളനത്തിന് വേണ്ടി വന്ന എല്ലാവരോടും, എല്ലാ മുതിർന്ന അംഗങ്ങളോടും ലാനാംഗങ്ങളോടും നമ്മളോട് സഹകരിച്ചു എല്ലാ അംഗങ്ങളോടും, അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളായിട്ട് കുടുംബങ്ങളായിട്ട് ഇവിടെ വന്ന എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഡിന്നറിന് ശേഷം ഇവിടെ ഒരു നല്ല നാടകം അരങ്ങേറുകയാണ്. ഡാളസ് ഭരതകലയ്ക്ക് ഈ നാടകം അരങ്ങേറുകയാണ്. അതിനു മുന്നേ 2 കലാകാരികൾ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അവർ 2 പേർക്കും ഡാൻസ് ഇവിടെ ഉണ്ടാവും. ആ 2 പേർക്കും ഉള്ള പ്രത്യേക സ്വാഗതം ചെയ്യുകയും
ലാനയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ ഹോട്ടൽ ക്രമീകരണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ സമീപിച്ചപ്പോൾ ഈ ഹോട്ടലിൻ്റെ ഈഥൻ അതിൻ്റെ മാനേജർ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നു. അപ്പുറത്തെ റൂം ഓപ്പൺ ചെയ്തു തന്നു. അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നു. ഈ ഹോട്ടൽ ATM ഹോട്ടൽ ആൻഡ് സ്യൂട്ട്സിൻ്റെ ഉടമയോടും അതുപോലെ തന്നെ അതിൻ്റെ എംപ്ലോയീസിനോടും ലാനയ്ക്ക് അതിയായ നന്ദിയുണ്ട്. അവരെ ഈ സമയത്ത് ആ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സിറ്റികളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്നും ഒക്കെ ഞങ്ങളുടെ പട്ടണത്തിലേക്ക് വന്ന ഞങ്ങൾക്ക് നിങ്ങളെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് അവസരം തന്നു. നിങ്ങളെ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു. ആവോളം നിങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും ഈ വിവിധ സിറ്റികളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, കാനഡയിൽ നിന്ന്, അങ്ങനെ എല്ലായിടത്തു നിന്നും വന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ ലാനാ സുഹൃത്തുക്കളോടും അഭ്യുദയകാംക്ഷികളോടും ലാനയ്ക്കുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ലാന പ്രസിഡന്റ് കുടുംബത്തോടാണ്. ലാന പ്രസിഡന്റ് ഒരുപാട് സമയം ലാനയുടെ പരിപാടികൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തപ്പോൾ കുടുംബം സഹിച്ചു എന്ന് ഞങ്ങളങ്ങനെ മനസ്സിലാക്കുന്നു. അവർ കുടുംബമായിട്ട് ഈ മീറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കുടുംബത്തോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ലാനയുടെ മുൻ പ്രസിഡന്റുമാർ ഒരിക്കൽ കൂടി, മുൻ സ്നേഹിതരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാന സമ്മേളനത്തിൻ്റെ പേരിൽ, ലാനയുടെ പേരിൽ, ലാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നു. നന്ദി.